بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹപാഠികളെ, ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് വലിയ പുണ്യമുള്ളൊരു കാര്യമാണ്. നമ്മുടെ കാഴ്ചയിൽ നാം വളരെ നിസാരമായി കാണുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ഒരു വാക്കുകൊണ്ട് വലിയൊരു കാര്യം നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ പലപ്പോഴും വരാറുള്ള, പല സമയത്തും നമുക്കൊക്കെ അത് അനുഭവിക്കാറുള്ള ഒരു കാര്യമാണ്. നാം തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ അൽഹംദുലില്ലാ ആദ്യം തുടക്കം കുറിച്ചിട്ടുള്ളത് മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അത് പിന്നീട് നമുക്കും അത് സുന്നത്താക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന നേട്ടം വലുതാണ്. മാത്രവുമല്ല, തുമ്മിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു ചെറിയൊരു ദുആ ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് മഹാന്മാരാകുന്ന ആളുകൾ നമുക്കൊക്കെ കിതാബുകൾ രേഖപ്പെടുത്തി തരുന്നത്. ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, അതിനേക്കാൾ ശ്രേഷ്ഠമായ രീതിയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ പറയണമെന്നാണ്. ഒന്നും കൂടി ഉഷാറാക്കിയിട്ട് ഇതിനേക്കാൾ അഫ്ദലു മിന്നു, അതിനെക്കാട്ടിലും ഉഷാറാക്കി പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് ഒരാൾ തുമ്മിയ ഉടനെ പറയുകയും, എന്നിട്ട് ആ സഹോദരൻ എന്ത് ചെയ്തു, ഒരു ചെറിയ ദുആ ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്നു ഈ ചോദ്യങ്ങളൊക്കെ. എന്താണത്? അല്ലാഹുമ്മ ർസുഖ്നി മാലാ യക്ഫിനി വബൈതൻ യഅ്വീനി വഹിഫ്ള് അലയ്യ അഖ്ലി വദീനി വക്ഫിനി ശർറ മൻ യുദീനി എന്നുള്ള ദുആ. എന്താണത്? അല്ലാഹുമ്മ ർസുഖ്നി മാലാ യക്ഫിനി, അല്ലാഹുവേ എനിക്ക് മതിയാകുന്ന രീതിയിലുള്ള സമ്പത്തിന് എനിക്ക് നൽകണം, എന്റെ കുടുംബത്തിനും എനിക്കും മതിയാകുന്ന രീതിയിലുള്ള ജീവിക്കാനുള്ള മാൽ മുതൽ എനിക്ക് നീ നൽകണം പടച്ചവനെ. എനിക്ക് മതിയാകുന്ന, എനിക്കും എന്റെ കുടുംബത്തിനും ഭാര്യകൾക്കൊക്കെ മക്കൾക്കും ജീവിക്കാൻ പറ്റിയ ഒരു ഒത്തിണങ്ങിയിട്ടുള്ള ഒരു വീട് നൽകണം. എന്റെ ബുദ്ധിയെയും എന്റെ ദീനെ സംരക്ഷിക്കണം. ഒരു മനുഷ്യന്റെ ആവശ്യമാണ് അവന് ബുദ്ധി നിലനിൽക്കുക എന്നുള്ളത്. അവന്റെ ദീൻ നിലനിൽക്കുക, അവന്റെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ അവനക്ക് നിലനിൽക്കുക എന്നത് അവനക്ക് അത്യാവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കണം. വഖ്ഫിനി ശർറ മൻ യുദീനി, എന്നെ തൊട്ട് ബുദ്ധിമുട്ടായി വരുന്ന എല്ലാവിധ ശർറുകളെ തൊട്ടും എന്നെ നീ കാക്കണേ അല്ലാ. എന്നെ തൊട്ട് ബുദ്ധിമുട്ടാകുന്ന എല്ലാ കാര്യങ്ങൾ തൊട്ടും എന്നെ കാക്കണേ. ഏതൊക്കെ എന്റെ ബുദ്ധിമുട്ട് എനിക്ക് നേരിടുന്നുണ്ടോ അതിന് തൊട്ടൊക്കെ നീ കാക്കണേ പടച്ചോനെ എന്നുള്ള ദുആ ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതിന് ശേഷം ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. അവൻ ചോദിച്ച അല്ലാഹു കൊടുക്കുമെന്നാണ് അമ്മയെ പഠിപ്പിക്കുന്നത്. എത്ര നല്ലൊരു കാര്യമാണത്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്ത്? മഹാനാ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മൻ അതശ വഖാല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഫഅല്ലാഹു അൻ 70 ദാ. ഇന്ന് പലവിധ രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാ നമ്മൾ. പുതിയ പുതിയ രോഗങ്ങളൊക്കെ പടർന്നു വരുന്നൊരു കാലഘട്ടം. ഞാൻ മരിച്ചാൽ പോലും കുളിപ്പിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, നിസ്കരിക്കാൻ പ്രയാസമുള്ള സ്വന്തം ഉമ്മക്കും ഉപ്പക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള പല രോഗങ്ങൾ വന്ന് നാം മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒക്കെ സംജാതമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പലവിധ രോഗങ്ങളും കടന്നു വരുന്ന കാലഘട്ടത്താണ് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിമിത്തങ്ങൾ പറയാണ്, മൻ അതശ, ഒരാൾ തുമ്മിയാൽ വഖാല അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയുകയും ചെയ്തു. എന്നാ റഫഅല്ലാഹു അൻ 70 ദാ, അവനെ തൊട്ടുള്ള 70 രോഗത്തെ അല്ലാഹു ഉയർത്തപ്പെടും. അതായത് 70 രോഗം അവനെ തൊട്ട് അല്ലാഹു എന്ത് കാക്കുമെന്നാണ്. എന്നിട്ട് നിമിത്തങ്ങൾ പറയുന്നു, അഹ്വനുഹ, ആ രോഗത്തിന് ഏറ്റവും താഴ്ന്നത് അൽ ജുസാമോ, കുഷ്ഠരോഗമാണ്.
ഈ കുഷ്ഠരോഗം ചെറുതല്ലാതെ വലിയ രോഗം തന്നെയാണ്. ചെന്നത് നമ്മുടെ നാടുകളിൽ ഇല്ല എന്നൊക്കെ പല രീതിയിലെ രോഗങ്ങളായി ഒന്നെന്ന് മാത്രം. ഈ കുഷ്ഠരോഗമാണ് താന്നത്. ഇങ്ങനത്തെ 70 രോഗത്തെ തൊട്ട് അവനെ തടയുമെന്ന് മുത്തുനബി തങ്ങൾ പഠിച്ച ഹദീസുണ്ട്. അവർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് തുമ്മിയോട് നമ്മൾ പറയേണ്ടതുള്ളൂ. എന്നാൽ തന്നെ എത്ര വലിയ പുണ്യമുള്ളൊരു കാര്യം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊന്നും വെറുതെ നമ്മൾ കളഞ്ഞുകൂടാ. അതൊക്കെ ഒരു വാക്കിലൂടെ കിട്ടുന്ന നമ്മൾ നിസ്കരിക്കേണ്ട പ്രയാസം പോലും ഇല്ല. അതല്ലെങ്കിൽ ഒരു കല്ലെടുത്തുകൊണ്ട് നാം പടക്കേണ്ട ഒരു പ്രയാസം പോലും നമുക്കില്ല. അള്ളാഹു നമുക്ക് ശ്രദ്ധിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിദ് ദഅവാനാ അൽഹംദുലില്ലാഹി.